അടിക്കടി തിരിച്ചടി. പശ്ചിമേഷ്യയിലെ യുദ്ധം കൈവിട്ടു പോവുകയാണോ? ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക സ്രോതസ്സായ സൗത്ത് പാർസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകവീട്ടാൻ ഗൾഫ് അയൽ രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായി തിരിച്ചടി ആരംഭിച്ചു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. കൂടാതെ തെക്കൻ കുവൈറ്റിലെ മിന അബ്ദുള്ള റിഫൈനറിയും ആക്രമിക്കപ്പെട്ടതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG ഹബ്ബായ റാസ് ലഫാൻ വ്യവസായ നഗരത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇതേ തുടർന്ന് അവിടുത്തെ പ്രധാന ഗ്യാസ് പ്ലാന്റുകളിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ഉൽപ്പാദനം തടസ്സപ്പെടുകയും ചെയ്തു. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിനും ബാബ് എണ്ണപ്പാടത്തിനും നേരെയും ആക്രമണമുണ്ടായതിനെ തുടർന്ന് UAE ഇവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കൂടാതെ UAE തീരത്ത് ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യയിൽ യാൻബൂ തുറമുഖത്തുള്ള സാംറഫ് റിഫൈനറിക്ക് നേരെയും വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. റിയാദിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു. സൗത്ത് പാർസ് വാതക പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവില്ലായിരുന്നുവെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ അവകാശപ്പെട്ടു. ഗൾഫിലുടനീളമുള്ള എണ്ണ കേന്ദ്രങ്ങൾ ഇറാൻ ഇനിയും ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അമേരിക്ക കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഭാവിയെ കരുതി ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള നാശം വരുത്തുന്ന ആക്രമണത്തിന് അനുമതി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ട്രംപ് തിരിച്ചടിക്കാൻ താൻ മടിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ ഇറാന്റെ സൗത്ത് പാർസിന് നേരെ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകരമായിട്ടാണ് ഈ നീക്കങ്ങൾ. ഇറാന്റെ മൊത്തം വാതക ഉൽപ്പാദനത്തിന്റെ 70% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഈ പ്രദേശം ഇറാനും ഖത്തറിനും സംയുക്തമായി അവകാശപ്പെട്ടതാണ്. ഈ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്തു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 കടന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ദുഷ്കരമായത് ആഗോള ഊർജ്ജ വിതരണത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് ഗൾഫ് രാജ്യങ്ങൾ അനുമതി നൽകുന്നുണ്ടെന്ന് ആരോപിക്കുന്ന ഇറാൻ ഇതിന് മറുപടിയായി മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടി നൽകി. UAEയിൽ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ സൈനികർ തങ്ങുന്ന ഒരു വ്യോമതാവളത്തിൽ ഒരു മിസൈൽ പതിച്ചു. അതോടൊപ്പം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലും മറ്റ് മിസൈലുകൾ പതിച്ചു. അതിനിടെ അബുദാബിയിലെ ഫ്രീ പോർട്ടിന് 40 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറായി ഒരു വാണിജ്യ കപ്പലിൽ സ്ഫോടനം നടന്നതായി UK ആസ്ഥാനമായിട്ടുള്ള മാരിടൈം സെക്യൂരിറ്റി കമ്പനിയായ ആംബ്രെ അറിയിച്ചു. ചെങ്കടൽ തീരത്തെ തുറമുഖ നഗരമായ യാൻബൂവിലെ സാംറഫ് റിഫൈനറിയിൽ ഒരു ഡ്രോൺ തകർന്നു വീണതായി സൗദി പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ്. സൗത്ത് പാർസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകരമായി ഇറാൻ ലക്ഷ്യം വെക്കുമെന്ന് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയ സൗദി അറേബ്യയിലെ 2 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാംറഫ്. സൗദി അറാംകോ മൊബൈൽ റിഫൈനറി കമ്പനിയും എക്സോൺ മൊബൈൽ സംയുക്തമായി ഉടമസ്ഥതയിലുള്ള ഈ റിഫൈനറിക്ക് പ്രതിദിനം 4 ലക്ഷം ബാരലധികം അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതേസമയം ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി തെക്കൻ ഗാസയിലെ റഫ അതിർത്തി വീണ്ടും തുറന്നതായി ഫലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേലി അതിർത്തി അടച്ചിരുന്നു. റഫ ക്രോസിംഗ് ഉൾപ്പെടെ ഗാസയിലേക്കുള്ള അതിർത്തികൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള അത്യാവശ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്നായിരുന്നു ഇസ്രായേൽ ഏജൻസിയായ കൊഗാറ്റ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നത്. മനുഷ്യത്വപരമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ഒഴിപ്പിക്കുന്നതിനും ഉൾപ്പെടെ റഫ അതിർത്തി അതീവ നിർണായകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.